എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയാം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. നിങ്ങൾ നോക്കിയാൽ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ചൂടുണ്ട്, തണുപ്പുണ്ട്, കാറ്റുണ്ട്, മഴയുണ്ട്, വെയിലുണ്ട്. ഇതെല്ലാം അളക്കാൻ മാനദണ്ഡമുള്ളപ്പോഴും ഇവിടെ പറയുകയാണ്, ഈ ശക്തി നീ ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും. നിങ്ങൾ നോക്കിയാൽ ഈ ശക്തിക്ക് എന്താ അളക്കാനത്? ശാസ്ത്രം ഇത്ര വളർന്നിട്ടും ഇത്ര പുരോഗമിച്ചും ഈ ശക്തി എന്താ അതിനെ അളക്കാനൊക്കെ? അപ്പോൾ ഇത് നീ എങ്ങനെ വിശ്വസിക്കുന്നുവോ? നിന്റെ വിശ്വാസം പോലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വരുന്നത്. നീ എങ്ങനെ വിശ്വസിക്കുമോ അതുപോലെ ഈ ശക്തി നിന്റെ മേൽ പരിവർത്തിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം പറയാം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം. ഇവിടെ നോക്കിയാൽ ഇവിടെ പറയാണ്, ഞാൻ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. അപ്പം അളവറ്റ ശക്തിയുടെ വലിപ്പം നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിന്റെ മേൽ വീഴണമെങ്കിൽ നീ അളവ് കൂടാതെ ഈ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുക. നീ അളവ് കൂടാതെ ഈ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. അത് നിന്റെ ലൈഫിൽ അളവ് കൂടാതെ ദൈവം പകർന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.